എന്തുകൊണ്ടാണ് ഗോലിയാത്ത് പരാജയപ്പെട്ടതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ദാവീദിന്റെ വിജയം മാത്രമേ പലപ്പോഴും പറയാറുള്ളൂ. പക്ഷെ ദാവീദിന്റെ വിജയത്തിനും ഗോലിയാത്തിന്റെ പരാജയത്തിനും ഒരു കാരണമുണ്ട്. അത് പ്രധാനമായും ഗോലിയാത്ത് തന്റെ വീഴ്ച, തന്റെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നതാണ്. അതായത് യുദ്ധത്തിൽ വളരെ ശക്തമായി മുന്നേറുന്ന ഗോലിയാത്ത് ശത്രുവിനെ വിജയിക്കുവാൻ ആവശ്യമായ തന്ത്രങ്ങളെല്ലാം അറിയാം. തന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. എന്നാൽ ഗോലിയാത്തിന്റെ ഭാഗത്ത് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ആ ബലഹീനത തിരിച്ചറിയുവാനോ ആ ബലഹീനത പരിഹരിക്കുവാനോ മുൻകൈ എടുക്കാതെ തന്റെ കഴിവിലും തന്റെ ബുദ്ധിയിലും തന്റെ ആരോഗ്യത്തിലും മാത്രം ആശ്രയിച്ച് ഗോലിയാത്ത് യുദ്ധം നയിച്ചു. പ്രധാനമായും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗോലിയാത്തിന്റെ പരിചയക്കാരൻ ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. പരിച മറ്റൊരാളുടെ കയ്യിലായിരുന്നു. അതായത് ശത്രുവിന്റെ ആക്രമണം തടയാനുള്ള പരിച മറ്റൊരാളുടെ കയ്യിലായിരുന്നു. അതുമായി അയാൾ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ബുദ്ധിമാനായ ദാവീദ് ഗോലിയാത്തിന്റെ വീക്ക്നെസ്, ഗോലിയാത്തിന്റെ ബലഹീനമായ ഭാഗം കണ്ടെത്തി ആ ഭാഗത്തേക്ക് കല്ലെറിഞ്ഞു. നെറ്റിയിൽ കല്ലേറുകൊണ്ട ഗോലിയാത്ത് താഴെ വീണു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഭാഗം വീക്ക്നെസ് ആയിട്ടുണ്ടാകും. അതിലൂടെ നമ്മളെ പരാജയം തേടിയെത്താൻ സാധ്യതയുണ്ട്. ബിസിനസ് ആയാലും, ജോലി ആയാലും, പഠനമായാലും, ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ വീക്ക്നെസ് കണ്ടെത്തുക. അതിനെ ശത്രു അതുവഴി നമ്മെ ആക്രമിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ വീക്ക്നെസ്സിനെ നമ്മൾ പ്രതിരോധിക്കുക. അത് ഒഴിവാക്കാൻ, ശത്രുവിന്റെ അതുവഴി നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അതിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇവ സൂക്ഷിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.